ഒറ്റയ്ക്കിരിക്കുമ്പോഴെല്ലാം കൂടെ നീയുണ്ടെന്നാണ് വിചാരം. കൂട്ടത്തിലായിരുന്നാലോ മധ്യേ നീയുണ്ട് നല്ല വാഗ്ദാനം. ചിന്തകൾ, ചെയ്തികൾ, വാക്കുകളും ചന്തമായി നിൻ കൃപ മാറ്റിയിടുന്നു. സ്വച്ഛന്തമായവ മാറിയിടുന്നു. ഒറ്റയ്ക്കിരിക്കുമ്പോഴെല്ലാം കൂടെ നീയുണ്ടെന്നാണ് വിചാരം. കൂട്ടത്തിലായിരുന്നാലോ മധ്യേ നീയുണ്ട് നല്ല വാഗ്ദാനം. ജെറമ്യായുടെ പുസ്തകം 29-ാം അധ്യായം 11-ാം തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അനന്ത നന്മയായ ദൈവമേ, വീണ്ടും ഒരു പ്രഭാതം ഒരുക്കി വെച്ച് ഞങ്ങളെ ഉണർത്തിയ അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തിരുസന്നിധിയിലായിരിക്കട്ടെ. ഇന്നേ ദിനം ഞങ്ങൾക്കായി അങ്ങ് ഒരുക്കി വെച്ചിരിക്കുന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു. ഈ ജീവനും ജീവിതവും ഇതാ പൂർണ്ണമായി അങ്ങേ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾക്കുണ്ടാകുന്ന എല്ലാ സന്തോഷങ്ങളിലും സഹനങ്ങളിലും അവിടുത്തെ ഇഷ്ടാനുസരണം അവ നിവർത്തിയാക്കുവാൻ ഞങ്ങൾക്ക് അവിടുത്തെ കൃപ നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഇനി മുന്നോട്ടൊരു വഴിയുമില്ല എന്ന് തോന്നിപ്പിക്കുന്ന ചില തകർച്ചകൾ, ജീവിതത്തെ അത്രമേൽ കഠിനമാക്കുന്ന ചില പ്രതികൂലങ്ങൾ, മറ്റുള്ളവരാൽ പിന്തള്ളപ്പെട്ട അപമാനഭാരങ്ങൾ എന്നിവയാൽ ഞങ്ങളുടെ ജീവിതം തളരുന്നത് അങ്ങറിയുന്നുവല്ലോ. കർത്താവേ, കനിവോടെ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങൾ കാണാത്ത വഴികളിലും അടഞ്ഞതായി തോന്നുന്ന സാധ്യതകളിലും ഞങ്ങൾക്ക് നന്മയായി തീരുന്ന അവിടുത്തെ ക്ഷേമത്തിൻ്റെ വഴികൾ തെളിച്ചു നൽകണമേ. നിന്റെ കണ്ണുനീരിനും കഷ്ടപ്പാടിനും പകരമായി ദൈവം ഒരു വലിയ സന്തോഷം കരുതി വച്ചിട്ടുണ്ട്. തുറക്കപ്പെടാത്ത വാതിലുകളെ ഓർത്ത് ഇനി നീ വിഷമിക്കേണ്ട. നിനക്കായി ദൈവം അതിലും വലിയൊരു വാതില് തുറന്നു വെച്ചിട്ടുണ്ട്. മനുഷ്യർ നമ്മെ തള്ളിക്കളയുന്നിടത്ത് ദൈവം നിന്നെ ഒരു നാൾ ഉയർത്തും. അതിനാൽ പ്രതിസന്ധികൾക്ക് മുന്നിൽ തളർന്നിരിക്കാതെ പ്രാർത്ഥനയാകുന്ന ആയുധമെടുത്ത് ജീവിതത്തെ ജയിക്കാനുള്ള കൃപയ്ക്കായി പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ പ്രാർത്ഥനയുടെ മനുഷ്യനാക്കി നീ മാറ്റണമേ. എൻ്റെ ജീവിതത്തിലെ സകല കാര്യങ്ങളെയും പ്രാർത്ഥനയോടെ സമീപിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. കൂടുതൽ പ്രാർത്ഥിക്കുക എന്നതു മാത്രമാണ് കൂടുതൽ ശക്തിയിലേക്കും അഭിഷേകത്തിലേക്കും കടന്നു വരുന്നതിനുള്ള ഏക വഴി എന്നെ ബോധ്യപ്പെടുത്തണമേ. എന്നിൽ നിന്നൊരിക്കലും അകന്നു പോകരുതേ നാഥ. നിൻ്റെ ഒരു വാക്കുമതി യേശുവപ്പ, എൻ്റെ വ്യാധികളൊക്കെ നീങ്ങിപ്പോകാൻ, എൻ്റെ മക്കളും കുടുംബവും അനുഗ്രഹിക്കപ്പെടാൻ. നിൻ്റെ ഒരു വാക്കുമതി എൻ്റെ വേദനകൾ മാറുവാൻ. ഈശോയെ, കൈവിടല്ലേ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളെയെല്ലാം അവിടുന്ന് ഇപ്പോൾ ചേർത്ത് പിടിക്കണമേ. ഇവരുടെ ജീവിത പ്രശ്നങ്ങളിൽ അങ്ങൊന്ന് ഇടപെടണമേ. പുതിയ വഴികൾ ഇവർക്കായി യേശുനാമത്തിൽ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നീ പ്രഭാതത്തിൽ ഈശോയുടെ മുമ്പിൽ ഇവർ സമർപ്പിക്കുന്ന എല്ലാ നിയോഗത്തിൻ്റെ മേലും സ്വർഗത്തിൻ്റെ വലിയ കരുണ ചൊരിയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ദൈവമേ, ഞാനൊരു പാപിയാണ്, മാരകരോഗത്തിൻ പിടിയിലാണ്, മരണഭയത്തിൻ നടുവിലായി ഞാൻ. കർത്താവേ, കരുണയ്ക്കായി കേണിടുന്നു. ദൈവമേ, ഞാനൊരു പാപിയാണ്, മാരകരോഗത്തിൻ പിടിയിലാണ്, മരണഭയത്തിൻ
നടുവിലായി ഞാൻ കർത്താവേ കരുണയ്ക്കായി കേണിടുന്നു. കാൽവരി മലയുടെ കീഴിലായി തിരുച്ചോര നോക്കി ഞാൻ നിന്നിടുന്നു. കാൽവരി മലയുടെ കീഴിലായി തിരുച്ചോര നോക്കി ഞാൻ നിന്നിടുന്നു. ആ തിരുരക്തത്താൽ കഴുകണേ നീ, പാപിക്കു മോചനം നൽകിടണേ. ആ തിരുരക്തത്താൽ കഴുകണേ നീ, പാപിക്കു മോചനം നൽകിടണേ. ദൈവമേ ഞാനൊരു പാപിയാണ്, മാരകരോഗത്തിൻ പിടിയിലാണ്. മരണഭയത്തിൻ നടുവിലായി ഞാൻ കർത്താവേ കരുണയ്ക്കായി കേണിടുന്നു. ദൈവമേ ഞാനൊരു പാപിയാണ്, മാരകരോഗത്തിൻ പിടിയിലാണ്. മരണഭയത്തിൻ നടുവിലായി ഞാൻ കർത്താവേ കരുണയ്ക്കായി കേണിടുന്നു. ജീവിതത്തിലെ ഏതൊക്കെയോ നിമിഷങ്ങളിൽ ഒറ്റപ്പെട്ടതുപോലെയുള്ള അനുഭവം ഉണ്ടായിട്ടില്ലേ? ആരുമില്ലെന്ന തോന്നൽ, എല്ലാവരും ചേർന്ന് തന്നെ ഒറ്റപ്പെടുത്തിയെന്ന സങ്കടം, സഹായിക്കാനോ സഹായം ചോദിക്കാനോ ആരുമില്ലാത്ത അവസ്ഥ. സാമ്പത്തിക പ്രതിസന്ധികളുടെ നിമിഷങ്ങളായിരിക്കാം അത്, രോഗങ്ങളുടെയോ ജോലി നഷ്ടത്തിൻ്റെയോ സാഹചര്യമായിരിക്കാം അത്. ദൈവം പോലും ഉപേക്ഷിച്ചോ എന്ന് ആ നിമിഷങ്ങളിൽ നാം ആശങ്കപ്പെട്ടിട്ടുണ്ടാവാം. ഇത്തരത്തിലുള്ള ഹൃദയവേദന അനുഭവിക്കുന്നവരോടൊക്കെ ഈ പ്രഭാതത്തിൽ ദൈവവചനം പറയുന്നത് ഇതാണ്. യെശയ്യായുടെ പുസ്തകം 41 അധ്യായം 9 മുതൽ 13 വരെയുള്ള തിരുവചനത്തിലൂടെ കർത്താവ് ഇന്ന് നമ്മോട് പറയുകയാണ്, നീ എൻ്റെ ദാസനാണ്, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു, ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു. വിദൂര ദിക്കുകളിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. നിന്നെ ദ്വേഷിക്കുന്നവർ ലജ്ജിച്ച് തല താഴ്ത്തും. നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമല്ലാതായി തീരും. നിന്നോട് ശണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതുകൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഈ വചനഭാഗങ്ങൾ നമുക്ക് ആവർത്തിച്ച് ചൊല്ലാം. എല്ലാ തരത്തിലുള്ള ഒറ്റപ്പെടലുകളും ഭീതികളും ആകുലതകളും നമ്മെ വിട്ടുപോകും. ദൈവകൃപയും സാന്നിധ്യവും നമ്മെ പൊതിഞ്ഞു പിടിക്കുന്ന ഒരനുഭവം നിങ്ങൾക്കുണ്ടാകും. ഈ സമയം ഈശോയുടെ സാന്നിധ്യത്തിനായി നമുക്ക് ആഗ്രഹിക്കാം. ഈശോയുടെ സ്നേഹത്തിനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന് ഏറ്റുപറയാം. ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. തമ്പുരാനെ, ഞാൻ അങ്ങയെ ആരാധിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയം അങ്ങൻ്റെ അരികിലേക്ക് വരണമേ, എൻ്റെ കുടുംബത്തിലേക്ക് വരണമേ, എൻ്റെ തൊട്ടടുത്തായിട്ട് വന്നൊന്നിരിക്കണമേ. എൻ്റെ മക്കളെ ഒന്ന് അനുഗ്രഹിക്കണമേ, എൻ്റെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ. ഞാൻ ഇന്ന് ജോലിക്ക് പോകുമ്പോൾ, എൻ്റെ കുഞ്ഞുങ്ങളിന്ന് പഠിക്കാൻ പോകുമ്പോൾ, ജോലിക്കായി പോകുമ്പോൾ, എൻ്റെ ജീവിത പങ്കാളി ജോലിക്കായി പോകുമ്പോൾ അവരുടെ കൂടെ ഈശോയുടെ സാന്നിധ്യമുണ്ടായിരിക്കട്ടെ. ആപത്തിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ പ്രത്യേകമായി അവിടുന്ന് കാത്തു സംരക്ഷിക്കണമേ. ഈ സമയം കർത്താവിൻ്റെ അനുഗ്രഹത്തിനായി നമുക്ക് വചനമേറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. നിയമാവർത്തന പുസ്തകം 28 അധ്യായം
1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വചനമാണ്. ഒരു ദിവസം പോലും നിങ്ങൾ ഈ വചനം മുടക്കരുത് കേട്ടോ. എല്ലാ ദിവസവും നിങ്ങൾ ഈ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. ഈ പ്രഭാതത്തിൽ വിശ്വാസത്തോടെ നമുക്കൊന്നിച്ച് എത്ര മക്കളാണോ ഇന്ന് ഈ പ്രഭാത പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് അത്രയും മക്കളോടൊപ്പം ആ വലിയ അഭിഷേകം, ഇത്രയേറെ മക്കൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോഴുള്ള അഭിഷേകം നമ്മുടെ എല്ലാം കുടുംബത്തിലേക്ക് നിറയട്ടെ. ഈ വചനത്തിൻ്റെ അഭിഷേകം നിറയട്ടെ. സാമ്പത്തിക മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കൃഷിയിടങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടട്ടെ. ജോലി മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വരുമാന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. മക്കളുടെ ജീവിതങ്ങൾ, തലമുറകൾ എല്ലാം അനുഗ്രഹിക്കപ്പെടാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ വചനം വലിയ വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളേക്കാൾ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിൻ്റെ മേൽ ചൊരിയും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവർത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ നിന്നെ തൻ്റെ വിശുദ്ധ ജനമായി ഉയർത്തും. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. നിനക്ക് നൽകുമെന്ന് നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് കർത്താവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും നിനക്ക് തരും. സമൃദ്ധമായ വിളവ് നൽകി അവിടുന്ന് നിന്നെ സമ്പന്നനാക്കും. കർത്താവ് തൻ്റെ വിശിഷ്ട ഭണ്ഡാകാരമായ ആകാശം തുറന്ന് നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്ച്ച് നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും. നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. കർത്താവ് നിന്നെ ജനതകളുടെ നേതാവാക്കും. നീ ആരുടെയും ആജ്ഞാനുവർത്തിയായിരിക്കുകയില്ല. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും. നിനക്കൊരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. അന്യദേവന്മാരെ അനുഗമിക്കുകയോ സേവിക്കുകയോ അരുത്. ദൈവമായ കർത്താവിന് സ്തുതി.